സ്നേഹമുള്ളവരെ, നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണല്ലോ. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഞങ്ങൾ 3 പേര് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയുണ്ട്. ഈ അച്ഛന്മാർ നിങ്ങൾക്ക് ചിലപ്പോൾ വീഡിയോയിലും ക്യാമ്പിലൊക്കെ കണ്ട് പരിചയമുള്ളവരായിരിക്കും. എന്നാലും അച്ഛന്മാർ അവരുടെ പേരൊക്കെ ഒന്ന് പറയാം. അച്ഛൻ പേര് പറയാമോ? എൻ്റെ പേര് ജോർജ് തുറക്കൽ, OCD അച്ഛനാണ്. ഞാൻ പോൾ കല്യാടിക്കൽ CMI അച്ഛനാണ്. അച്ഛനാണ്. എൻ്റെ പേര് പറയാം. എൻ്റെ പേര് ജോസഫ് മാത്യു കളത്തിപ്പറമ്പിൽ. ഞാൻ കപ്പൂച്ചൻ അച്ഛനാണ്. അപ്പം ഞങ്ങൾ ഇനി കാര്യങ്ങൾ അച്ഛൻ പറഞ്ഞു. തീർച്ചയായിട്ടും ഞങ്ങൾ കണ്ടുമുട്ടിയിട്ട് ഒരു 2 വർഷം ഏകദേശമായി. 2 വർഷം. ഞാനിവിടെ മൂവാറ്റുപുഴ 3 വർഷമായി. അപ്പം ഈ 2 വർഷത്തിനിടയ്ക്ക് ഞങ്ങൾ ഒരുമിച്ച് കൂടിയിട്ട് പല സ്ഥലങ്ങളിൽ ധ്യാനിപ്പിക്കാനൊക്കെ പോയി. ഇപ്പം ഒരുമിച്ച് കൂടിയ പേര് കാരണം എന്ന് പറയുന്നത് 3 പേരും മാറി 3 വഴിക്ക് പോവുകയാണ്. അപ്പം പ്രത്യേകിച്ച് നമ്മുടെ പോളച്ചൻ ഈ ദിവസങ്ങളിൽ ബാംഗ്ലൂർ ഉപരിപഠനത്തിനായിട്ട് പോകുന്നു. ജോസഫച്ചൻ മിഷനിലേക്ക് പോകുന്നു. എനിക്ക് മാറ്റമുണ്ട്, പക്ഷേ എങ്ങോട്ടൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊന്ന് നിങ്ങളോടൊന്ന് കാണാനും, കാരണം നമ്മളിങ്ങനെ ഈ അല്ലേ ഇങ്ങനെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടില്ല അല്ലേ? ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ അകത്ത് ഒരു കാര്യം പറയാനുണ്ട്. നമ്മളിപ്പോൾ 3 സഭയാണ് അല്ലേ? കപ്പൂച്ചിൻ സഭയുണ്ട്, CMI സഭയുണ്ട്, OCD. അപ്പം നമ്മൾ അങ്ങനെ സഭകൾ അങ്ങനെ നോക്കി അല്ല, നമ്മളെല്ലാം ഒരുമിച്ചല്ലേ ഒരു അല്ലേ 2 വർഷം ചെയ്ത് പ്രോഗ്രാമിന് ചെയ്യുമ്പോഴും എല്ലാം ഒരുമിച്ചൊരു കൂട്ടായ്മ ചെയ്ത്. അപ്പോൾ അത് വളരെ സന്തോഷമുള്ള കാര്യമായിരുന്നു. നമ്മൾ വ്യത്യസ്തരായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ഒരുമിച്ച് ചെയ്യുമ്പോൾ സന്തോഷമുള്ളായിരുന്നു. തീർച്ചയായിട്ടും അത് അപ്പോൾ ഇതിന് നമ്മളിപ്പോൾ കുറച്ച് 2 വർഷമായില്ലേ അച്ഛാ? 2 വർഷമായി. ഇത് നമ്മുടെ ഇങ്ങനെയുള്ള യാത്രയിൽ മറക്കാൻ പറ്റാത്തതായിട്ട് എന്തെങ്കിലും സംഭവം വല്ലതും ഉണ്ടോ? ഓർക്കുന്നുണ്ടോ? മറക്കാൻ പറ്റാത്ത പെട്ടെന്ന് നമ്മൾ ചോദിക്കുന്ന പോളച്ചനെ കുറിച്ച്. പോളച്ചൻ വളരെ ഒരു പ്രൊഫഷണൽ സെക്രട്ടറി ആയിരുന്നല്ലോ. പോളച്ചൻ്റെ തിരക്കൊക്കെ എടുത്ത് പെട്ടെന്ന് ഒരു ഗിത്താറൊക്കെ തൂക്കി നമ്മളൊരു പരിപാടി വരുന്ന ഓർമ്മയുണ്ട്. അതെ അതെ. ഞങ്ങൾ ഒരു ക്യാമ്പ് എവിടെയായിരുന്നു ക്യാമ്പ് നടന്നത്? തൊടുപുഴ വിമല സ്കൂളിൽ ക്യാമ്പിൽ. അപ്പം അച്ഛൻ പ്രൊഫഷണൽ സെക്രട്ടറി. അന്ന് ഒത്തിരി തിരക്കുണ്ട്. അപ്പോൾ ഞങ്ങൾ വിളിച്ചു, അച്ഛൻ വരണം. അച്ഛൻ പറഞ്ഞു ഭയങ്കര തിരക്കാണ്. പക്ഷേ നമ്മൾ അച്ഛനെ സ്വീകരിക്കാൻ എടുക്കാൻ വേണ്ടി അവിടെ ചെന്നപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഈ ഗിത്താറൊക്കെ എടുത്ത് അവിടെ നിൽക്കുകയാണ് ആശ്രമത്തിൽ. ആ തിരക്കിനിടയിലും ആൾ വന്ന് ആ പ്രോഗ്രാം ചെയ്ത് അടിപൊളിയാക്കി കളഞ്ഞു. നല്ല പ്രോഗ്രാം ആയിരുന്നത്. അച്ഛനെന്തെങ്കിലും ഓർക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. നമ്മുടെ എന്താ പറയുക 3 ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ പക്ഷേ 3 രീതിയിലുള്ള ഫോർമേഷൻ കിട്ടിയേക്കണവർ നമ്മൾ ഒരുമിച്ച് കൂടി വരുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഗ്രേസ് ഭയങ്കരമാണെന്ന് എനിക്ക് തോന്നി. കാരണം പൊതുവേ നമ്മളിങ്ങനെ കോൺഗ്രിഗേഷൻസ് അത്രമാത്രം നമുക്ക് ഒരുമിച്ച് ചേരാനായിട്ട് എനിക്ക് അവസരം കണ്ടിട്ടില്ല. ഇത്തവണ നമുക്ക് നമ്മുടെ ഒരു ആത്മബന്ധം അത് ഒത്തിരി നമുക്ക് എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ നമുക്ക് ഉപകാരപ്പെട്ടതുപോലെ തന്നെ അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് അത് കൊടുക്കാനായിട്ടും സാധിച്ചു എന്നുള്ള ഒത്തിരി സന്തോഷമുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്ന ചിലപ്പോൾ അച്ഛന്മാരുണ്ടാകും അല്ലേ, അതുപോലെ മറ്റു കോൺഗ്രിഗേഷനിലുള്ളവരൊക്കെ ഉണ്ടാകും. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്തുള്ള ആശ്രമങ്ങളിൽ അല്ലേ, ഏത് കോൺഗ്രിഗേഷൻ നോക്കണ്ട കൂട്ടായ്മ ഉണ്ടാകുക. അപ്പോൾ അതിപ്പോൾ പരസ്പര ഒരു സഹായത്തിനൊക്കെ ആണെങ്കിലും നമ്മുടെ പ്രായത്തിലുള്ളവർ ഒരേ പ്രായത്തിലുള്ളവരൊക്കെ ആണെങ്കിൽ മനസ്സിലാക്കാനും ആ ഒരു കൂട്ടായ്മ മുന്നോട്ട് പോകാൻ നല്ലതാണ്. അത് എനിക്ക് തോന്നിയത്. അപ്പോൾ ഞങ്ങൾ 2 വർഷം ഞങ്ങൾ ഒരുമിച്ച് നടന്നതിൻ്റെ വെളിച്ചത്തിൽ എനിക്ക് തോന്നിയതാണ് ഒത്തിരി കൂട്ട്. ഇപ്പം എനിക്ക് എൻ്റെ ഒരു ഓർമ്മയിൽ സംഭവം ചോദിച്ചല്ലോ, ഞാൻ ഹെർണിയ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ടല്ലോ. ഇപ്പോൾ അച്ഛനെ കൂടി ഒരു മാതൃനാരയൊക്കെ മേടിച്ച് വന്നൊരു സംഭവം ഉണ്ടല്ലോ. അതെ അതെ, അച്ഛന് ഹെർണിയയിൽ ഓപ്പറേഷൻ ആയിരുന്നു. അപ്പോൾ അന്ന് ഞാൻ അവിടെ വന്നു, പ്രൊഫഷണൽ ഹൗസ് വന്നിട്ട് അവിടെ നിന്നാണ് നമുക്കൊരു ഇപ്പോൾ വ്യക്തിപരമായിട്ട് ഇപ്പം നമുക്ക് സത്യത്തിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് സഹോദരങ്ങളൊന്നും ഇല്ല, എല്ലാവരും നമ്മൾ ഉപേക്ഷിച്ച് പോകുന്നു. അപ്പം നമ്മുടെ സഹോദരങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരുമാണല്ലോ. നിങ്ങൾ കാണാൻ വേണ്ടി വരുന്നത് നമുക്ക് ആ ഒരു നമ്മുടെ ആ സന്തോഷം ഇരട്ടിയാവുകയാണല്ലോ ചെയ്യുന്നത്. എനിക്ക് അത് വളരെ ഹൃദയസ്ഥമായിട്ടും വളരെ സന്തോഷവുമായി തോന്നിയൊരു നിമിഷമായിരുന്നു. പ്രത്യേകിച്ച് നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്യുന്നവരല്ലേ ഇങ്ങനെ ചെയ്യുന്ന കാണുമ്പോൾ ഒരു സംഭവം. എനിക്ക് തോന്നിയ കാര്യം ഒരു ഓർമ്മയുള്ളത്, നിങ്ങൾക്കറിയാം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പാട്ട് റിലീസ് ചെയ്തു. നമ്മുടെ പരിശുദ്ധമായ ഒരു പാട്ട് റിലീസ് ചെയ്തു. അപ്പോൾ പാട്ടുപാടി ഒരു അച്ഛൻ പാട്ടുപാടി. അപ്പോൾ ഒരച്ഛനോടെ കിട്ടണം പാട്ടുപാടാൻ. പാട്ടുപാടാൻ ഇത് നമ്മുടെ വീഡിയോയ്ക്ക് അച്ഛനെ കിട്ടണം. ഒരു 10:30 ആയിട്ടും ആളെ കിട്ടുന്നില്ല. നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരാൾ പാടണമെന്ന് മാത്രമായിരുന്നു പ്ലാൻ. 10:30 ആയിട്ട് പല അച്ഛന്മാരാണ് സൈഡിലുള്ളവരൊക്കെ വിളിച്ചു, ആളെ കിട്ടുന്നില്ല. തൊടുപുഴ അപ്പം കരിമണ്ണൂർ അടുത്താണ് സ്റ്റുഡിയോ. ഞാൻ 10:30 തോന്നില്ല അച്ഛാ, 10:30 ആകുമ്പോൾ ഞാൻ ജോർജനെ വിളിക്കണം, ഈ അച്ഛനെ വിളിക്കണേ. അച്ഛാ ഇവിടെ ആരെയും കിട്ടുന്നില്ല, പാട്ട് പാടാൻ ആരെയും കിട്ടുന്നില്ല, അച്ഛനൊന്ന് വരാമോ എന്ന് ചോദിച്ചു. 10:30 സമയം. അച്ഛനത് ഉത്തരവാദിത്തങ്ങളും ജോലികളും എല്ലാം ചിലപ്പോൾ കടന്നു കാണുമായിരിക്കും. മൂവാറ്റുപുഴയിൽ നിന്ന് വരണം, ഒരു 3/4 മണിക്കൂർ യാത്ര എന്തായാലും ഉണ്ട്. 3/4 മണിക്കൂർ യാത്ര കുറഞ്ഞുണ്ട്. അപ്പം 10:30 കഴിഞ്ഞാൽ 11:15 അവിടെ വരുള്ളൂ. അപ്പം അച്ഛൻ എടുത്ത് വരേന്ന് പറഞ്ഞാണ്, ഉറപ്പച്ച ഞാൻ വന്നേക്കാം. അപ്പം ആ സമയത്ത് ഞാൻ വിളിക്കുന്നതാണ്. അപ്പോൾ ആ സമയത്ത് നമുക്കൊരു അത്യാവശ്യം വരുന്ന ആളില്ല.
ജോറച്ചനെ വിളിക്കുന്നു. ജോറച്ചൻ പാട്ടുകാരനാണ്. പാട്ടുകാരല്ല, പാട്ടുകാരാണ്. അവിടെ പാട്ടുപാടിയില്ല. പക്ഷേ ആ സമയത്തെ ആള് വരിക എന്ന് പറഞ്ഞ് അങ്ങനെ ആ ബാക്ക്ഗ്രൗണ്ട് ഇല്ലെങ്കിൽ തന്നെ നമ്മളെ സഹായിക്കാൻ വരുമെന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അന്ന് ആ ദിവസമേ. പിന്നെ നമ്മൾ പക്ഷെ അതിൻ്റെ കുറച്ച് കഴിഞ്ഞപ്പോൾ വേറെ അച്ഛനെ കിട്ടി. അവിടെ ഞാൻ വിളിച്ച് നമ്മൾ പാടി കഴിഞ്ഞാൽ ലെവൽ മാറിപ്പോയനെ. അതെ വീണ്ടും വൈറലായി പോയരെ. അങ്ങനെ പിന്നെ നമ്മൾ ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഇങ്ങനെ ഓരോ മിനിസ്റ്ററി ചെയ്യുമ്പോൾ കുറച്ച് ക്യാമ്പും കാര്യങ്ങളൊക്കെ ചെയ്തല്ലോ. ആൾ എങ്ങനെയാണ് നമുക്കൊരു ഫീഡ്ബാക്ക് കിട്ടിയത്? ഇത്രയും കാര്യങ്ങൾ ചെയ്തതിൻ്റെ വെളിച്ചത്തിൽ എങ്ങനെയായിരുന്നു നമ്മുടെ ഒരുമിച്ചുള്ള പ്രവർത്തനം? ചിലപ്പോൾ ചിലർ ഒറ്റയ്ക്കൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, പക്ഷെ ഇങ്ങനെ ഒരു കൂട്ടായ്മ ചെയ്തപ്പോൾ എന്താണ് അതിൻ്റെ ഒരു? നമുക്ക് എപ്പോഴും എനിക്ക് തോന്നിയത് തന്നെ അറിയാം, നമുക്കൊരു സപ്പോർട്ടറാണ് എപ്പോഴും നല്ലത്. മീൻസ് നമ്മൾ ഇപ്പം എനിക്കുള്ള ഐഡിയ അല്ല അച്ഛനുള്ള ഐഡിയ അല്ല ജോസഫ് അച്ഛനുണ്ട്. അപ്പം നമ്മൾ ഒരുമിച്ച് പോകുമ്പം നമ്മളെന്താ പറയുക, ആ ഒരു നമുക്ക് ഒന്നാമത് തന്നെ പോകുമ്പം ടെൻഷൻ കൂടുതലുണ്ട്. ഒരുമിച്ച് പോകുമ്പോൾ പങ്കുവെച്ച് ഒരുമിച്ച് ആ ഒരു വളരെ സന്തോഷനിർഭരമായ ഒരു നിമിഷമാണ് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ സ്കൂളുകളിൽ പോകുന്നു, പിള്ളേരുടെ ഇടയിൽ പ്രവർത്തിക്കുന്നു, അപ്പോൾ പല ഐഡിയാസ് വരുന്നു, പല ചിന്തകൾ വരുന്നു. വളരെ സന്തോഷകരമായ നിമിഷമാണ് അത് ഓരോന്നും. തീർച്ചയായും എനിക്കും തോന്നിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ഞാൻ എൻ്റെ കെട്ടിയുടെ ഫോർമേഷൻ വെച്ച് ഞങ്ങൾ ഒരു കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്ന നമ്മൾ ചെയ്യുന്ന രീതികളുണ്ട്. പക്ഷെ അതുപോലെയല്ല ജോസഫച്ചൻ കാര്യങ്ങൾ ചെയ്യുന്നത്, അതുപോലെ തന്നെയല്ല ജോർജ് ചെയ്യുന്നത്. പക്ഷേ തീർച്ചയായിട്ടും ഒത്തിരി പോസിറ്റീവ് കാര്യങ്ങൾ എനിക്ക് പക്ഷേ ഒരിക്കലും ഞാൻ ചിന്തിച്ചിട്ടില്ലാത്ത ഒത്തിരിയേറെ കാര്യങ്ങൾ ജോസഫച്ചനിൽ നിന്ന് എനിക്ക് കാണാനായിട്ട് പറ്റി. അതുപോലെ തന്നെ ജോർജച്ചനിൽ നിന്നും ചെയ്യുന്ന രീതികളിലായിക്കോട്ടെ, ആളുകൾ അപ്രോച്ച് ചെയ്യുന്ന രീതിയിലായിക്കോട്ടെ, അത് ശരിക്കും പറഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് ഒരുമിച്ച് കൂടി മാത്രം ഒരുപക്ഷെ ലേൺ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. അത് ശരിക്കും നമുക്ക് ഒരുപക്ഷെ പേഴ്സണലായിട്ട് നമുക്ക് ഓരോരുത്തർക്കും പരസ്പരം അങ്ങോട്ട് പരസ്പരം നൽകാനായിട്ട് നമുക്ക് പറ്റിയിട്ടുണ്ട്. അത് തന്നെയാണ് എനിക്കും അതെ. അല്ല നമ്മൾ ഒരുമിച്ച് അപ്പം നമ്മൾ വെറുതെ ക്യാമ്പിന് പോകുക മാത്രം, അതിനകത്ത് യാത്രയുണ്ട്. അവിടെ അവിടെ പോയി ഓർക്കുന്നുണ്ടോ? വെള്ളച്ചാട്ടത്തിൽ പോയിട്ട് ജോർജച്ചൻ അവിടെ വീണിട്ട് ഈ ഉടുപ്പിൽ അതിന്റെ പായലിലാണ് വീണ്. ആള് പായൽ വീണിട്ട് അതിന്റെ കറ കഴിഞ്ഞ അതിന്റെ കറ അടുത്ത ദിവസം ക്യാമ്പിൽ വന്നപ്പോൾ അതിലുണ്ടായിരുന്നു, ഉടുപ്പിലുണ്ടായിരുന്നു കറ. ആ കറ പോകില്ല, അങ്ങനെ പായലായിപ്പോയി, പായൽ വീണ്. അപ്പം അങ്ങനെ പിന്നെ ഒരുമിച്ചുള്ള പ്രാർത്ഥന, നമ്മൾ എന്തായാലും പോകുമ്പോൾ പ്രാർത്ഥിക്കുമല്ലോ. ഒരുമിച്ചുള്ള പ്രാർത്ഥനയുണ്ട്, ഒരുമിച്ചുള്ള ഭക്ഷണം കഴിപ്പുണ്ട്. പിന്നെ നമ്മുടെ ഗ്രൂപ്പിൽ ഇപ്പം നമ്മുടെ വീഡിയോ എടുക്കുന്ന ആൻ്റപ്പന, അപ്പോൾ ആൻ്റപ്പനുണ്ട്. അങ്ങനെ ഒരു മെയിൻ സിംഗർ നമ്മുടെ ജോണിക്കുട്ടി ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു നല്ല സമയങ്ങളായിരുന്നു. പിന്നെ ഈ മൂവാറ്റുപുഴ CRI പല സമയത്ത് നമ്മൾ കാണുന്നുണ്ടല്ലോ, റിലീജിയസിൻ്റെ ഒരുമിച്ചുള്ളൊരു കൂട്ടായ്മ. അപ്പോൾ അതെല്ലാം കൊണ്ട് ഒരു നല്ലൊരു അനുഭവമായിരുന്നു ഏതായാലും. അപ്പോൾ ദൈവത്തിന് നന്ദി പറയാം അല്ല ഇങ്ങനൊരു അവസരം കിട്ടിയതിന്. തീർച്ചയായിട്ടും. കാരണം നമ്മൾ ഇങ്ങനെ ഈ സമയത്ത് പല സ്ഥലങ്ങളിലാകേണ്ടിയിരുന്നവർ നമ്മളിവിടെ ഒരുമിച്ച് കൂടി. തീർച്ചയായിട്ടും അല്ലേ? വീണ്ടും നമ്മൾ ഒരുമിച്ച് കൂടുമായിരിക്കും. ഇനിയിപ്പോൾ നമുക്ക് ആസാമിൽ കൂടെ അങ്ങോട്ട് പോകാം, ബാംഗ്ലൂർ കൂടെ ഇങ്ങോട്ട് പോകാം, പല സ്ഥലങ്ങളായി. കാരണം ഞങ്ങൾ 2 വർഷം കഴിഞ്ഞ് നമുക്കറിയാം സഭയുടെ നിയമം അനുസരിച്ച് 3 വർഷം കഴിയുമ്പോഴത്തേക്കും മാറ്റമുണ്ട്. അപ്പം അച്ഛന്മാർ ഞങ്ങളെല്ലാവരും മാറുകയാണ്. അപ്പോൾ അതിനു മുമ്പ് ഒന്ന് പരിചയപ്പെടുത്തണം, നിങ്ങളത് പരിചയപ്പെടുത്തണം, സംസാരിക്കണം, നമ്മൾ എന്താണ് ചെയ്തതെന്നും ഒക്കെ ഒന്ന് പറയണം വേണ്ടി മാത്രം ചെയ്തൊരു വീഡിയോ. വളരെ വളരെ സിമ്പിളായിട്ട്, കാഷ്വലായിട്ട്, ഇൻഫോർമലായിട്ടൊരു വീഡിയോ ആണ്. അപ്പോൾ ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ഇനി വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. അപ്പം നല്ല സൗഹൃദങ്ങൾ ഉണ്ടാക്കുക. ആ സൗഹൃദങ്ങൾ നിങ്ങൾ പരിപോഷിപ്പിക്കുക, എന്ന് വെച്ചാൽ ആ സൗഹൃദം വളർത്താൻ ശ്രമിക്കുക. പിന്നെ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന കൂട്ടായ്മയിൽ, പ്രത്യേകിച്ച് വൈദികരുടെ ഇടയിൽ സ്നേഹമുള്ളവരെ, ഈ ഒരു സൗഹൃദം നമുക്ക് എപ്പോഴും ശക്തിയാണ്. വൈകുന്നേരങ്ങളിലൊക്കെ നിങ്ങൾക്ക് വർത്തമാനം പറയാനും സംസാരിക്കാനും പ്രാർത്ഥിക്കാനും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള സ്ഥലങ്ങൾ നമുക്ക് ഉണ്ടാകട്ടെ എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ നമ്മൾ ഒരിക്കലും ഇങ്ങനെ ബൗണ്ടറി വെക്കരുത്, ഇത്രയേ ഉള്ളൂ, നമ്മൾ ബൗണ്ടറി വെക്കരുത്. പരമാവധി നമ്മൾ ഒരുമിച്ച് എല്ലാ മേഖലയിലും ഒരുമിച്ച് വെക്കുക എന്നുള്ള ആ ഒരു ആഗ്രഹം ഇനി മുന്നോട്ട് പോട്ടെ. അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ അച്ഛൻ എന്തെങ്കിലും പറ. അച്ഛൻ എപ്പോഴും അധികം സംസാരിക്കുന്ന ആളല്ലോ കേട്ടോ, സ്റ്റുഡിയോസ് ആണ്. അച്ഛൻ പഠിക്കാനായിട്ട് പോകണം. സീരിയസ് ആയിട്ട് വിഷയമാണ് ക്രിസ്റ്റോളജിയാണ് പഠിക്കുന്നത്. അപ്പോൾ അച്ഛൻ ഇതിന് പറഞ്ഞേ. തീർച്ചയായിട്ടും നമുക്ക് ഈ പറഞ്ഞ പോലെ സൗഹൃദങ്ങളാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തിയല്ല. നമുക്ക് സങ്കടം വരുമ്പോഴും സന്തോഷം വരുമ്പോഴും അത് പങ്കുവയ്ക്കാനായിട്ട് ആരെങ്കിലും ഉണ്ടാകുക എന്ന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നല്ല സൗഹൃദങ്ങൾ, അത് തീർച്ചയായിട്ടും നമ്മളെ പോസിറ്റീവായിട്ട് നമ്മൾ വളർത്തുന്ന സൗഹൃദങ്ങൾ, അത് ഒത്തിരി, പ്രത്യേകിച്ച് ഈ 2 വർഷം തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ ഞാൻ ചെറിഷ് ചെയ്ത സൗഹൃദങ്ങളിലൊന്നാണ്. പ്രത്യേകിച്ച് എനിക്ക് എൻ്റെ വിഷമത്തിൻ്റെ നിമിഷങ്ങളിലും സന്തോഷത്തിൻ്റെ നിമിഷങ്ങളിലും ഒരുപോലെ
എൻ്റെ കൂടെ നിന്നിട്ടുള്ളവരാണ് രണ്ടുപേരും. അപ്പോൾ അതിൽ തീർച്ചയായിട്ടും ദൈവത്തിന് പ്രത്യേകമായിട്ട് നന്ദി പറയാം. നമുക്ക് തീർച്ചയായിട്ടും നല്ല സുഹൃത്തുക്കൾ നമുക്ക് ശരിക്കും ദൈവം തരുന്നത് തന്നെയാണ്. നമുക്ക് അത് ദൈവത്തിൻ്റെ ഒരു ഇടപെടലാണ് ശരിക്കും നമുക്ക് നല്ല സുഹൃത്തുക്കൾ കിട്ടുക എന്ന് പറയുന്നത്. അതിന് നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവത്തിന് നന്ദി പറയാം. വീണ്ടും അതുപോലെ നമ്മളെവിടെ ചെന്നാലും നമുക്ക് സൗഹൃദം തുടരാൻ പറ്റുമെന്ന് ഉറപ്പുണ്ട്. അപ്പോൾ അതിന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും ചെയ്യാണ്. തീർച്ചയായിട്ടും. എനിക്ക് ഈ പോളിസിനെ കുറിച്ച് ഓർക്കുമ്പോഴേ എപ്പോൾ വിളിച്ചാലും ഏത് തിരക്കാണ് പ്രൊഡ്യൂസേഴ്സ് കിട്ടണം, ഏത് തിരക്കുള്ള ആളാണുണ്ടോ ഏത് സമയത്ത് വിളിച്ചാലും ഫോൺ എടുക്കും. അങ്ങനെ പിന്നെ ആക്കുമൊന്നുമില്ല, ഏത് സമയത്തും ഫോൺ എടുക്കും. അത് ഭയങ്കര നല്ലൊരു ക്വാളിറ്റിയാണ്. നമ്മൾ ആ ഒരു ബന്ധത്തിൻ്റെ ആഴമൊക്കെ മനസ്സിലാക്കാനായിട്ടേ നല്ല കാര്യം. ചോദിച്ചേ ഞാൻ പോളച്ചൻ അവസാനം പറഞ്ഞു നിർത്തുമ്പോൾ ഒരു ദിവസം പോളച്ചൻ ആശ്രമത്തിൽ എന്തോ ആവശ്യത്തിന് പോയി. പോളച്ചൻ അവിടെ ഞങ്ങൾ പുറത്തിടത്തൊക്കെ പോയി അവിടെ നിന്ന് മരത്തിൽ നിന്ന് എനിക്ക് പഴമൊക്കെ അബിയു അല്ലേ വെച്ചാൽ അബിയൊക്കെ നമ്മൾ പറിച്ച് പൊട്ടിച്ചത്. അപ്പം തീർച്ചയായിട്ടും ആ ഒരു സ്നേഹം സൗഹൃദം എന്നും ഒരിക്കലും അവസാനിക്കുന്നതെന്നല്ല, അകലെ ആയാലും അതിന് എന്താ പറയുക സൗന്ദര്യവും സ്നേഹ ഒരു ആഴമൊക്കെ കൂടും. അപ്പോൾ വീണ്ടും കണ്ടുമുട്ടും അല്ലേ പറയുന്നത്. കറങ്ങി വരുമ്പോൾ വീണ്ടും നമ്മൾ കാണുന്നു. നമുക്ക് മനസ്സ് വെച്ചാൽ കണ്ടുമുട്ടാം തീർച്ചയായിട്ടും. നമ്മളെ അല്ലേ ഇനിയിപ്പം ഒരു ദിവസം വർഷത്തിൽ ഒരിക്കലോ 6 മാസത്തിൽ ഒരിക്കലോ ഒക്കെ നമ്മളൊരു അവസരം ഉണ്ടാക്കുക, കണ്ടുമുട്ടുക, പിന്നെ പ്രാർത്ഥിക്കുക അല്ലേ. പ്രാർത്ഥന സ്പിരിച്വലായിട്ട് നമുക്ക് കണ്ടുമുട്ടുക, പരസ്പരം പ്രാർത്ഥിക്കുന്നവരാകുക. അപ്പോൾ നമുക്ക് നിർത്താം അല്ലേ. അപ്പോൾ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. അതോടെ പറയുകയാണ്, ഞങ്ങൾ അച്ഛന്മാരും 3 പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുണ്ടാകും. അപ്പോൾ എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക്സ്.